ഗുഡ് ഈവനിംഗ് സിനോ തോമസ്. സ്വകാര്യ ബസ്സിൽ ആളെ കയറ്റി സർവീസ് നടത്തുന്നതിനുള്ള പെർമിറ്റ് ആണല്ലോ അവർക്ക് നൽകിയിരിക്കുന്നത്. ഈ സാധനം കയറ്റി പോകുന്നതിന് അവർക്ക് എന്ത് ലൈസൻസ് ആണുള്ളത്? സുജയപാർവതി, ഗുഡ് ഈവനിംഗ്. ഒരു ലൈസൻസും ഇല്ല. നമ്മുടെ രാജ്യത്ത് പാസഞ്ചേഴ്സ് വാഹനത്തിൽ യാത്രക്കാരെ മാത്രമേ കയറ്റാൻ പാടുള്ളൂ. അവരുടെ ഹാൻഡ് ബാഗുകളാണ് കയറ്റാൻ പാടുള്ളൂ. അതിലപ്പുറത്തേക്ക് ഒരു ചരക്കും കയറ്റാനുള്ള നിയമമോ അല്ലെങ്കിൽ ആനുകൂല്യമോ നമ്മുടെ രാജ്യത്തില്ല. അതൊക്കെ തന്നെ പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് കോഴിക്കോട് മൊഫീസിൽ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ ഈ രീതിയിൽ ചരക്ക് കൊണ്ടുപോകുന്നത്. ഇത് കണ്ണൂർ കോഴിക്കോട് റൂട്ടിലും കണ്ണൂർ പാലക്കാട്, ഒപ്പം തന്നെ കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം റൂട്ടുകളിലൊക്കെ തന്നെ ഇത് സ്ഥിരം സംഭവമാണ്. പക്ഷേ ഇതിന് നേരെ ഉദ്യോഗസ്ഥർ കണ്ണടച്ചിരിക്കുകയാണ്. ഇതിൽ നിയമലംഘനം പരസ്യമായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വഴിയിലൂടെ പോകുന്നവരുടെ സുരക്ഷയെ കൂടെ ബാധിക്കും. അതായത് ഈ ബസ്സുകളുടെ മരണപ്പാച്ചിൽ എപ്പോഴും വാർത്തയാവുന്നതാണ്, അപകടം വാർത്തയാവുന്നതാണ്. ഇത് ഒരു കയർ കൊണ്ട് പോലും കെട്ടിവെക്കാതെയാണ് ഇത്രയധികം വരുന്ന ചാക്ക് കെട്ടുകൾ ബസ്സിന്റെ മുകളിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. ബസ് വലിയ വേഗതയിൽ പോകുന്ന സമയത്ത്, വളവ് വീശിയെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചാക്ക് കെട്ടുകൾ റോഡിലേക്ക് തെറിച്ച് വീഴാം. അതുവഴി പോകുന്ന ഒരു ബൈക്കുകാരൻ്റെ ദേഹത്തോ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആളുടെ ദേഹത്തോ ഒക്കെ വീണ ഒരു അപകടം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആരും കണ്ണ് തുറന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഒപ്പം തന്നെ വലിയൊരു നികുതി വെട്ടിപ്പ് ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ടെന്നാണ് ആരോപണം. വാണിജ്യ നികുതി വകുപ്പും പരിശോധന നടത്തുന്നില്ല. ബില്ലുകളില്ലാതെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നുണ്ട്. ഏതായാലും ചെറിയൊരു കാശിന് വേണ്ടിയാണ് ബസ് ജീവനക്കാർ ഈ രീതിയിലുള്ള റിസ്ക് എടുത്തുകൊണ്ട് ചരക്ക് കൊണ്ടുപോകുന്നത്. ഈ സാധനങ്ങളൊക്കെ കൃത്യമായി കെട്ടി ഉറപ്പിച്ച് അതിനായി നിർദ്ദിഷ്ട വാഹനങ്ങളുണ്ടല്ലോ, ചരക്ക് നീക്കത്തിനായുള്ള വാഹനങ്ങൾ. അത് നിരത്തിലൂടെ കൊണ്ടുപോകുന്നതിന് കണ്ടെയ്നറുകളടക്കം മറ്റ് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന ഇവരെ എന്തുകൊണ്ട് MVD ഒന്നും കാണുന്നില്ല? എല്ലായിടത്തും പരിശോധനയുണ്ടല്ലോ. പക്ഷേ ഈ ചാക്കുകെട്ടുകൾ മുകളിൽ കയറി പോകുന്നത് കണ്ടില്ല എന്ന് നടിക്കുകയാണോ, അതോ മുകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ലേ സിനോജ്? സുജയപാർവതി, കണ്ടില്ല എന്ന് നടിക്കുന്നത് തന്നെയാണ്. കാരണം ഈ മേഖലയിലുള്ള CIT ആയിക്കോട്ടെ, INTUC ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ നേതാക്കൾ പറയുന്നത് ഞങ്ങൾ പലതവണ പരാതി നൽകിയതാണെന്ന് പറയുന്നു. പക്ഷേ ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ചുമട്ട് തൊഴിലാളികൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളുടെ കഞ്ഞിയിൽ നിങ്ങൾ പാറ്റിയിടുകയാണോ എന്ന്. അതായത് അവരുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്നതല്ല, അവർക്ക് തൊഴിൽ നഷ്ടപ്പെടില്ല. ഈ ബസ്സിൽ കയറ്റുന്ന സാധനങ്ങൾ അവർ ഗുഡ്സ് ലോറിയിലോ അല്ലെങ്കിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കയറ്റിയാൽ അവരുടെ ജോലി അവിടെയുണ്ട്, ജോലി നഷ്ടമാകുന്നില്ല. അതോടുകൂടി തന്നെ അവിടെയുള്ള ഈ ചരക്ക് വാഹനത്തിൻ്റെ ഡ്രൈവർമാർക്കും തൊഴിലാളികൾക്കും ഒരു ജോലി ലഭിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു തൊഴിൽ മേഖലയെ നശിപ്പിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസിന്റെ മുകളിലേക്ക് ഈ ഗുഡ്സ് കയറ്റി അയക്കുകയും ചെയ്യുന്നത്. പക്ഷേ എന്തോ കാരണത്താൽ ഈ ഉദ്യോഗസ്ഥരാരും തന്നെ ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലാണ് സ്വകാര്യ ബസ്. ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം സിനോജ്. നമ്മുടെ ഈ അന്വേഷണം തുടരാം. നിയമത്തിന് പുല്ലുവില നൽകിക്കൊണ്ട് നിരത്തിലൂടെ പായാൻ ആരാണ് അവർക്ക് അധികാരം കൊടുത്തത്, ആരാണ് അവർക്ക് ലൈസൻസ് കൊടുത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിലേക്ക്, ഒപ്പം മോട്ടോർ വാഹന വകുപ്പിലെ അധികൃതരിലേക്ക് നമുക്ക്